ഒരു സൂത്രമുണ്ട്, കോസംബിയ സൂത്രം എന്ന് പറഞ്ഞിട്ട്. ഈ സൂത്രത്തിൽ സോതാപന്നനായി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് 7 തരത്തിലുള്ള ജ്ഞാനങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ശ്രോതാപന്നനാണ് എന്ന് നമ്മൾ ഇന്ന് കരുതുന്നു എങ്കിൽ നമ്മൾക്ക് ഈ 7 തരത്തിലുള്ള ജ്ഞാനങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതുകൂടാതെ വേറെ ഏതെങ്കിലും വ്യക്തിയും ശ്രോതാപന്നനാണ് എന്ന് കരുതുന്നെങ്കിൽ അയാൾക്ക് ഈ 7 ഗുണങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. അതിൽ ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ ജ്ഞാനം എന്ന് പറയുന്നത്, നമ്മൾക്ക് നീവരണം, അതായത് 5 നീവരണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് ഉപേക്ഷിച്ചതായിട്ട് നമ്മൾക്ക് അറിവ് കിട്ടും. ഇത് ഒന്നാമത്തെ ജ്ഞാനമാണ്. രണ്ടാമത്തെ ഇത് എന്ന് പറയുന്നത്, നമ്മൾ ഈ ദർശനം കൊണ്ട് നമ്മുടെ സമത, അതേപോലെ തന്നെ നമ്മുടെ ദോഷങ്ങൾ കമ്മിയാകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രോതാപന്നനായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മൂന്നാമത്തത്, മറ്റുള്ളവർക്ക് ഈ ദർശനം ഇല്ല എന്നറിയണം. അതായത് സമ്മാദിഷ്ഠി എന്ന് പറയുന്നത് ഭഗവാൻ ബുദ്ധൻ്റെ ശിഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി ആർക്കും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. നാലാമത്, തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരിക്കലും മറയ്ക്കാൻ ശ്രമിക്കില്ല, ബാക്കിയുള്ളവരുടെ മുന്നിൽ പോയി പ്രകടമാക്കും. അതായത് ടീച്ചറിനോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് പോയിട്ട് പറയും. അഞ്ചാമത്തത്, ആ വ്യക്തി ഏതെല്ലാം പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അധികമായിട്ടുള്ള ശീലത്തിനും സമാധിക്കും പ്രജ്ഞയ്ക്കും വേണ്ടി ആ വ്യക്തി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതായത് ആ വ്യക്തി ഈ ഇഹലോകത്തിൽ മാത്രം അതിൽ മാത്രം മുഴുകുന്നില്ല, പക്ഷേ അധികമായിട്ടുള്ള ശീലത്തിനും സമാധിക്കും പ്രജ്ഞയ്ക്കും വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആറാമത് പറയുന്നത്, ഭഗവാന്റെ ഉപദേശം അദ്ദേഹം കേൾക്കുന്ന സമയത്ത് അതിന് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കും, അതിന് മനസ്സിലാക്കാൻ ശ്രമിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ഏഴാമത്തെ എന്ന് പറയുന്ന സമയത്ത്, ഭഗവാന്റെ ഉപദേശം ആരെങ്കിലും കൊടുക്കുന്ന സമയത്ത് ധർമ്മത്തിൻ്റെ അർത്ഥം വളരെ കറക്റ്റായിട്ട് മനസ്സിലാകുന്നു, ആ ഉപദേശങ്ങളുടെ അർത്ഥം ശരിയായിട്ട് മനസ്സിലാകുന്നു, ആ ഉപദേശത്തിൻ്റെ കാരണത്താൽ ആ വ്യക്തിയുടെ മനസ്സിൽ പ്രമോദമുണ്ടാകുന്നു, പ്രീതി ഉണ്ടാകുന്നു. ഇങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ശ്രോതാപന്നനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.